പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഗൗരവ സ്വഭാവത്തിലുള്ള വേഗത്തിലുള്ള കൂടിക്കാഴ്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും KPCC അംഗങ്ങളും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൂടിക്കാഴ്ചകളിലും ചർച്ചകളിലുമാണ് ഇപ്പോഴുള്ളത്. ഫോൺ വഴിയാണ് ഈ ചർച്ചകളൊക്കെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിലെ ആലോചന. അതിന്റെ കാരണം അതല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുക്കാൻ വൈകുന്ന ഓരോ നിമിഷവും പാർട്ടി പ്രതിരോധത്തിലാവുകയാണ്, യൂത്ത് കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയാണ്. ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലൊരു ആരോപണത്തെ നേരിടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ആരോപണത്തിൽ വസ്തുത ഉണ്ടായാലും ഇല്ലെങ്കിലും തൽക്കാലം രാജിവെക്കുക എന്നുള്ളൊരു ആലോചനയാണ് നിലവിൽ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തന്നെ രാജിവെക്കും, അതല്ലെങ്കിൽ രാജി എഴുതി വാങ്ങിക്കാനുള്ള ആലോചനയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമങ്ങളോട് പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയില്ല. പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പല സ്ഥലങ്ങളിലാണ്. ഒന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് എറണാകുളത്തും, പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരുവനന്തപുരത്തും, രമേശ് ചെന്നിത്തല വിദേശത്തുമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ ഫോൺ വഴിയൊക്കെയാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന് പിന്നാലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സംരക്ഷിക്കേണ്ട എന്നുള്ള നിലപാടാണ് നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല, കൂടുതൽ പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരാനും തുറന്നു പറച്ചിലുകൾ വരാനുമുള്ള സാധ്യത കൂടി നേതൃത്വം കാണുന്നുണ്ട്. ഹൈക്കമാൻഡിന് തന്നെ നേരത്തെയും കൂടുതൽ പരാതികൾ ലഭിച്ചിരുന്നു. പ്രധാനപ്പെട്ട നേതാക്കളിൽ പലർക്കും അത് വാക്കാലും രേഖാമൂലവുമായും പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് നേതൃത്വത്തിൻ്റെ നിലപാട്. ഒപ്പം തന്നെ MLA സ്ഥാനത്തെക്കുറിച്ചുള്ള MLA സ്ഥാനം രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിൽ വേണ്ട. അത് ഏതെങ്കിലും നിലയിൽ പോലീസ് കേസാവുകയോ അത് തെളിയിക്കപ്പെടുകയോ ചെയ്യുന്നെങ്കിൽ മാത്രം MLA സ്ഥാനം രാജിവെച്ചാൽ മതി. പക്ഷേ ഒരു സംഘടനയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്ന പദവി അങ്ങനെയല്ല എന്നുള്ളതാണ് നേതൃത്വത്തിൽ നിന്നുള്ള വിലയിരുത്തൽ. മാത്രമല്ല, യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും രാഹുൽ മാങ്കൂട്ടത്തിലെ രാജിക്കായി സമ്മർദ്ദമുണ്ട്. ഈ സംസ്ഥാന കമ്മിറ്റിയിലെ തന്നെ ഭാരവാഹികൾ നേതൃത്വത്തോട് രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു. സംസ്ഥാന കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ ചില ചർച്ചകൾ നടന്നിരുന്നു. അതിന്റെ ശബ്ദ സന്ദേശങ്ങളൊക്കെ പുറത്താവുകയും ചെയ്തു. അതിൽ RV സ്നേഹ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സ്നേഹ ഏതെങ്കിലും നിലയിൽ ആരോപണങ്ങളിൽ കഴമ്പില്ലെങ്കിൽ അത് നിയമപരമായി തെളിയിക്കണം, പരാതി നൽകാൻ രാഹുൽ വൈകരുത്, ഒരു സ്ത്രീ പീഡകനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തെളിയിക്കേണ്ട ബാധ്യതയുണ്ട് എന്നതുൾപ്പെടെയുള്ള ശബ്ദ സന്ദേശം വന്നിരുന്നു. അതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ നടക്കുന്നു. അതിനും ശേഷമാണ് ഈ സംസ്ഥാന കമ്മിറ്റിയിലെ ചില അംഗങ്ങൾ നേതൃത്വത്തോട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്തണം, സംസ്ഥാന കമ്മിറ്റിക്കാകെ ചീത്തപ്പേരുണ്ടാക്കുന്ന നിലപാട് സ്വീകരിക്കരുത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനെ സംരക്ഷിക്കാൻ ഇനി നേതാക്കൾ മുതിർന്നേക്കില്ല എന്നുള്ളതാണ്. അപ്പോഴും ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം, പരസ്യമായൊരു പ്രതികരണം ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഭാഗത്തുനിന്നും ഈ ഘട്ടത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. പക്ഷേ അല്പസമയത്തിനുള്ളിൽ തന്നെ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കൂടി വരും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്.